ഈ പലപ്പോഴും പി ആർ ഒമാരെന്ന് പറഞ്ഞാൽ പ്രസ് റിലീസ് കൊടുക്കുക, പത്രസമ്മേളനം നടത്തുക, അതിൻ്റെ സംവിധാനങ്ങൾ ഒൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പി ആർ ഒ എന്ന് പറയുന്നത്. നമുക്കറിയാം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുള്ള പി ആർ ഒമാരുടെയൊക്കെ ജോലി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനുപരിയായിട്ട് നമുക്ക് അവിടെ വന്ന് ഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇപ്പോൾ പി ആർ എന്നെ സംബന്ധിച്ച് നമ്മുടെ ആരാണ് പബ്ലിക് നോക്കും. നമ്മുടെ പബ്ലിക് ആരാണ്? നമ്മളെ സംബന്ധിച്ചും പബ്ലിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസാണ്, സാധാരണ രോഗിയല്ല. അതായത് നമുക്കറിയാം എക്സ്പയറി ഡേറ്റ് ഉള്ളവരാണ്. നമ്മുടെ ഒരു അലമാരി ഇരിക്കുന്ന ഗുളികയൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല. നമുക്കാർക്കും നമ്മുടെ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ട് മരണബോധമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ മരിച്ചു പോകുന്ന നമുക്ക് നമ്മുടെ സൈക്കിൾ കിടപ്പുണ്ടെങ്കിൽ പോലും അത് നിത്യജീവിതത്തിലേക്ക് അത് പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ ചില രോഗങ്ങൾ, ചില സന്ദർഭങ്ങൾ ഈ മരണത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് നിർത്തും. അപ്പോൾ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ എക്സ്പയറി ഡേറ്റ് നിശ്ചയിക്കപ്പെട്ടു എന്ന് തോന്നുന്ന, അതൊരു തോന്നൽ ചിലപ്പോൾ ശരിയാക്കണമെന്നില്ല, അങ്ങനെ ഒരു തോന്നലുമായി വരുന്ന മനുഷ്യനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവരോട് നമ്മൾ സാധാരണ അങ്ങോട്ട് ഫയൽ മാറ്റി വെക്കുന്ന ഒരു തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ഫയലിന് തീർപ്പ് കൽപ്പിക്കേണ്ട തരത്തിലുള്ള ഒരു റുട്ടീനായിട്ടുള്ള കാര്യം അവിടെ പറ്റില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുമ്പം ഈ രോഗിയെ ശരിക്കും പറഞ്ഞാൽ രോഗിക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് ആവശ്യമായ മാനസിക നില അവർക്കുണ്ടായി കൊടുക്കണം. പലപ്പോഴും ചിലരുടെ ചികിത്സ വേണ്ടാന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, ഭയപ്പെട്ടു പോകുന്നവരുണ്ട്, മറ്റു തരം മാർഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ രോഗത്തിൻ്റെ ഭയം മാറ്റുക, ചികിത്സയുടെ ഭയം, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം. ചികിത്സയുടെ അറിയാമല്ലോ, ചികിത്സയുടെ ചെലവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ചികിത്സയുടെ മറ്റ് സങ്കീർണതകൾ, ഡിഫോമിറ്റി വരിക, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് രോഗങ്ങൾക്കില്ലാത്ത തരത്തിലുള്ള പല പ്രത്യേകതകളുമുള്ള രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മരണഭീതിയോടുകൂടി നിൽക്കുന്ന അവർക്ക് അതില്ലാതാക്കി കൊടുക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ട്രെസ്ഫുള്ളാണ്, ആൾക്കാർ വരുന്നവരൊക്കെ അതിന് ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു ഇൻഫർമേഷൻ കൊടുത്ത് പറഞ്ഞു വിടുക എന്നുപരിയായിട്ട് അവരെ എക്യുപ്പഡാക്കണം, അവരെ ചികിത്സയ്ക്ക് സന്നദ്ധരാക്കണം, അവരെ ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരെ കൈപിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമായ നമ്മുടെ തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സാധാരണ പബ്ലിക് റിലേഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്തരം കാര്യങ്ങൾ കൂടി ഒരുതരം കൗൺസിലിംഗ് എന്ന് പറയാം, അതുകൂടെ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അവിടെ വെൽഫെയർ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. പേഷ്യൻസിനെ ഇപ്പം പലരും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാർ ധാരാളമുണ്ട്. ഇപ്പം സർക്കാരിൻ്റെ സ്കീമൊക്കെ ഉണ്ട്, അതില്ലാത്ത കാലം ഉണ്ടായിരുന്നു. തന്നേൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് അത് തികയാതെ വരുന്ന, അപ്പം അതുകൊണ്ടൊന്നും ചികിത്സ മുഴുമിക്കാൻ സാധിക്കാതെ വരുന്ന പാവങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നല്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോലും ചികിത്സിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പാപ്പരായിത്തീരുന്നുണ്ട്. അപ്പോൾ അത്തരം സാമൂഹ്യ വിഷയങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ സാമൂഹികവും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ട് എല്ലാ വിഷയങ്ങളും അത് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് വരുന്ന ഭവിക്കും. അല്ലാതെ വെറുതെ ഒരു പ്രസ് റിലീസ് കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തുക, ഒരു ആർട്ടിക്കിൾ എഴുതുക എന്ന് പറയുന്ന ആ ചെറിയ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുന്നില്ല. അതിൻ്റെ സ്ട്രെസ്സുണ്ട്. നമ്മൾ ഓരോ രോഗിയും വരുമ്പം ഒരു തന്മയീഭാവം വരികയാണ്. നമ്മളിലൊരാളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി മാത്രം നമുക്ക് ഒരാളെ കാണാൻ പറ്റും. നമുക്കിത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ നമ്മൾ അറിയാതെ മാറിപ്പോകുന്നു നമ്മുടെ മനസ്സ്. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ ലെവലിൽ ചിന്തിക്കുന്നു. അത് എത്തേണ്ടടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എത്തിക്കുന്നു. അതായത് നമ്മുടെ മാനേജ്മെൻറ്റിനും രോഗികൾക്കിടയ്ക്കുള്ള പാലമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. ഒരു ബ്രിഡ്ജായിരിക്കണം. നമ്മളിങ്ങനെ തിയറിയിലൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇതും പ്രാവർത്തികമായിട്ട് പലപ്പോഴും അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കത് RCC നമ്മൾ കുറേ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അതാരായാലും ശരി, അത്തരം ആശുപത്രികളിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് അവരെന്ന് മനസ്സിലായിക്കൊണ്ട് അവരെ സഹതാപത്തോടെ, അനുതാപത്തോടെ, സ്നേഹത്തോടെ നമ്മൾ കൂടെ നിർത്തേണ്ട ഒരു വലിയ കടമ നമുക്കുണ്ട്. അതിൻ്റെ ഒരു വലിയ ജോലിയായിട്ട് നമ്മൾ എടുക്കുന്നു. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുണ്ട്. നമുക്കറിയാമല്ലോ, മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് വന്ന് പിന്നീട് നമ്മളോട് നന്ദിയൊക്കെ പറയുന്ന ആൾക്കാരുടെ കഥകളൊക്കെ ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ്. അത് നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ മറ്റു തരത്തിലുള്ള ജീവിതമൊക്കെ അതിനെക്കുറിച്ച് ബാധിക്കുമെങ്കിൽ പോലും, ഇപ്പം സൗഹൃദങ്ങളൊക്കെ ഒരുപാട് പോകും, ചിലപ്പോൾ ചിലരുടെ പരാതികൾ വരും, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്നൊരു പരാതി ഒക്കെ വരും. പക്ഷേ എങ്കിൽ പോലും അതിനുപരിയായിട്ടുള്ള ഈ ഒരു സന്തോഷം, അവർ നമ്മളെ വിളിക്കുമ്പം അവരിതാ ഇപ്പോൾ ശരിയായി എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതൊരു വലിയ കാര്യമാണ്.